ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഗുരുദേവ കഥകൾ 10ാമത്തെ ദിവസം. ചെമ്പഴന്തിപ്പിള്ളയുടെ വിദ്യാലയത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം വൈദ്യപഠനവും കൃഷിയും കന്നുകാലിമേയ്ക്കലും അതോടൊപ്പം ഗ്രന്ഥപാരായണവും സ്വാധ്യായവും ക്ഷേത്രദർശനവും ഈശ്വരചിന്തയും നാരായണീയം ഭഗവത്ഗീത എന്നിത്യാദി ഗ്രന്ഥങ്ങളുടെ പാരായണവും ഇവയിലൂടെ ആത്മചിന്തനവും എല്ലാമായി കാലം കഴിച്ചുകൂട്ടി ഗുരുദേവൻ. ഇപ്പോൾ നാണുവിന് 18 വയസ്സ് പ്രായമായി. പ്രായത്തിൽ കവിഞ്ഞ അറിവും ദേഹസൗഷ്ഠവും ഉള്ള നാണുവിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഗ്രാമത്തിലെ അമ്മമാർക്ക് നാണു സ്വന്തം മകനെ പോലെ ആയിരുന്നു. അവർ നാണുവിന് കൊടുക്കാനായി എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നാണു ആ വീട്ടിൽ ചെന്ന്, അമ്മച്ചി, എനിക്ക് തരുവാൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ പലഹാരം ഇങ്ങ് തരൂ എന്ന് പറയും. താൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വസ്തുവിൻ്റെ പേര് പറഞ്ഞ് നാണു ചോദിക്കുമ്പോൾ ഇതെങ്ങനെ അവൻ മനസ്സിലാക്കി എന്ന് അമ്മമാർ അത്ഭുതപ്പെടും. ഭഗവത്ഗീതയും നാരായണീയവും മറ്റും പഠിച്ചതുകൊണ്ടാവാം ആ കാലത്ത് നാണു ഒരു ശ്രീകൃഷ്ണ ഭക്തനായി തീർന്നു. മേഘദൂതവും മാഘവും അതുപോലുള്ള ഇതര സംസ്കൃത കൃതികളും സ്വാധ്യായമായി പഠിച്ചതുമൂലം അദ്ദേഹത്തിന് സംസ്കൃത ഭാഷയിലും നല്ല അറിവ് ലഭിച്ചു. ഒരിക്കൽ കൃഷ്ണൻ വൈദ്യർക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ പരവൂർ കേശവനാശാനിൽ നിന്ന് സംസ്കൃത ഭാഷയിൽ പദ്യരൂപത്തിൽ എഴുതിയ ഒരു കത്ത് ലഭിച്ചു. അത് വായിച്ചിട്ട് കൃഷ്ണൻ വൈദ്യന് അതിൻ്റെ അർത്ഥവും ആശയവും പിടികിട്ടിയില്ല. പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ ആ കത്ത് നാണുവിനെ ഏൽപ്പിച്ചിട്ട്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നില്ല, നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. നാണു അത് ശ്രദ്ധയോടെ വായിക്കുകയും ആ പദ്യം ഭംഗിയായി ചൊല്ലിക്കേൾപ്പിക്കുകയും അതിൻ്റെ അർത്ഥവും ആശയവും വിശദമായി പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. ഇതിൽ കൃഷ്ണൻ വൈദ്യൻ വളരെ സന്തുഷ്ടനായി. അദ്ദേഹം ചിന്തിച്ചു, ഇവൻ വളരെ ബുദ്ധിമാനാണ്. ഇവനെ ഇനിയും പഠിപ്പിച്ച് വിദ്വാനാക്കിയാൽ ഈ നാടിനും വീടിനും ഒരു മുതൽക്കൂട്ടാവും. ഇവൻ ഭാവിയിൽ എല്ലാവരാലും അറിയപ്പെടുന്ന പണ്ഡിതനാവും. വീടിനും നാടിനും അഭിമാനമാകും. ഇവനെ ഏറ്റവും യോഗ്യനായ ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ സംസ്കൃതം പഠിപ്പിക്കണം. ഇങ്ങനെ വിചാരിച്ച് ആരാണ് ഏറ്റവും യോഗ്യനായ അധ്യാപകൻ എന്ന് അന്വേഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയ പണ്ഡിതനും ജ്ഞാനിയും ആയ ഗുരുവാണ് കായംകുളത്ത് പുതുപ്പള്ളിയിൽ കുമ്മമ്പള്ളിൽ രാമൻ പിള്ളയാശാൻ. കൃഷ്ണൻ വൈദ്യൻ രാമൻ പിള്ളയാശാന്റെ ശിക്ഷണത്തിൽ നാണുവിനെ സംസ്കൃതം പഠിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി ജ്യേഷ്ഠനായ രാമൻ വൈദ്യനോടും നാണുവിൻ്റെ മാതാപിതാക്കളായ കുട്ടിയമ്മയോടും മാടനാശാനോടും ഇങ്ങനെ ഇതേപ്പറ്റിയൊക്കെ ആലോചിച്ചു. അവരൊക്കെ ദൂരെ അയക്കുന്ന കാര്യത്തിലും മകനെ പിരിഞ്ഞ് കഴിഞ്ഞുകൂടുന്ന കാര്യത്തിലും ഉള്ള വൈഷമ്യങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും ഒടുവിൽ കൃഷ്ണൻ വൈദ്യൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു നല്ല ദിവസം നോക്കി കൃഷ്ണൻ വൈദ്യനും നാണുവും കായംകുളത്തിന് പുറപ്പെട്ടു. ചെമ്പഴന്തിയിൽ നിന്നും പുറപ്പെട്ട് ആദ്യം പരവൂർ കേശവനാശാന്റെ ഭവനത്തിൽ ചെന്നു. കേശവനാശാന്റെ പിതാവിൽ നിന്നും രാമൻ പിള്ള ആശാന് നൽകാനായിട്ട് ഒരു കത്ത് വാങ്ങി. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഈ കത്തുകൊണ്ടുവരുന്ന ശ്രീ കൃഷ്ണൻ വൈദ്യൻ ചെമ്പഴന്തിയിലെ വയൽവാരത്ത് പരേതനായ കൊച്ചൻ വൈദ്യരുടെ ശേഷക്കാരനാണ്. കൊച്ചൻ വൈദ്യൻ നിത്യബ്രഹ്മചാരിയും യോഗിയുമായിരുന്നു. ആ പരമ്പരയിലെ കുട്ടി നാണുവാണ് കൂടെയുള്ളത്. ഞാൻ കൂടുതൽ എഴുതണമെന്നില്ല.
അങ്ങയ്ക്ക് കാണുമ്പോൾ ബോധ്യമാകുമല്ലോ എല്ലാം. ഈ കുട്ടിയെ ശിഷ്യനായി അംഗീകരിച്ച് നല്ല നിലയിൽ ഉപദേശിച്ചുകൊള്ളുമല്ലോ. അങ്ങയുടെ സൽകീർത്തി നിലനിർത്തുവാൻ ഈ കുട്ടിക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കത്തും വാങ്ങി കൃഷ്ണൻ വൈദ്യനും നാണവും കായലിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ചും പിന്നീട് നടന്നും പുതുപ്പള്ളിയിൽ ഉള്ള വാരണപ്പള്ളി എന്ന പ്രസിദ്ധമായ ഗൃഹത്തിൽ എത്തി. വാരണപ്പള്ളിയിലെ കാരണവർ കൊച്ചുകൃഷ്ണപ്പണിക്കർ ഉദാരമതിയും ധനികനും ജ്ഞാനിയും ആയ വ്യക്തിയായിരുന്നു. അദ്ദേഹം ദൂരെയുള്ള നാടുകളിൽ നിന്നും രാമൻപിള്ളയാശാന്റെ വിദ്യാലയത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഭക്ഷണവും താമസ സൗകര്യവും നൽകിയിരുന്നു. അദ്ദേഹം ഇരുവരെയും സ്വാഗതം ചെയ്തു. നാണുവിൻ്റെ തേജസ്സുറ്റ രൂപവും വിനയത്തോടു കൂടി ഉള്ള ഭാവവും സംസാര രീതിയും പണിക്കരെ ഹഠാത് ആകർഷിച്ചു. വൈദ്യരും നാണുവും അന്ന് അവിടെ താമസിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കൊച്ചുകൃഷ്ണപ്പണിക്കരെയും കൂട്ടി രാമൻപിള്ളയാശാന്റെ വിദ്യാലയത്തിലേക്ക് പുറപ്പെട്ടു. ആശാൻ വിദ്യാലയത്തിൽ ആഗതനായ സമയത്ത് കൃഷ്ണൻ വൈദ്യൻ കേശവനാശാന്റെ പിതാവ് തന്നയച്ച ഓല, അതായത് കത്ത്, രാമൻപിള്ളയാശാന്റെ കയ്യിൽ കൊടുത്തു. കത്ത് വായിച്ചതിന് ശേഷം അദ്ദേഹം നാണുവിനെ ആപാദചൂഡം സാകൂതം നോക്കി. സാമുദ്രിക ശാസ്ത്രവും മറ്റും പഠിച്ചിട്ടുള്ള ആശാന് കുട്ടിയിൽ ചില വിശേഷമായ ലക്ഷണങ്ങൾ കണ്ടെത്താനായി. ഇവൻ യോഗ്യനാണ്, അനിതര സാധാരണമായ കഴിവുകളും ബുദ്ധിയും ഇവനുണ്ട്. ഇവനെ ശിഷ്യനായി കിട്ടുന്നത് തന്നെ ഭാഗ്യം എന്ന മനസ്സിൽ കരുതി അപ്പോൾ തന്നെ ദക്ഷിണ വാങ്ങി നാണുവിനെ ശിഷ്യനായി സ്വീകരിച്ചു. കുശലപ്രശ്നങ്ങൾക്ക് ശേഷം എല്ലാവരും വാരണപ്പള്ളിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. കൃഷ്ണൻ വൈദ്യൻ ചെമ്പഴന്തിയിലേക്കും യാത്രയായി. അന്നു മുതൽ നാണു വാരണപ്പള്ളിയിൽ താമസം ഉറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ പ്രഭാതകൃത്യങ്ങളും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് നാണു വിദ്യാലയത്തിലേക്ക് യാത്രയായി. വിദ്യാലയത്തിൽ എത്തിയപ്പോൾ ആശാൻ അവിടെ എത്തിയിട്ടില്ല. വിദ്യാർത്ഥികളുണ്ട്. അവർ യഥാസ്ഥാനങ്ങളിൽ ഇരുന്ന് പാഠങ്ങൾ പഠിക്കുകയും ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവിടെ ആശാൻ ഇരിക്കാനുള്ള ഒരു ഉയർന്ന പീഠമുണ്ട്. അതിനു മുൻപിലായി നമ്പൂതിരി ബാലന്മാരിരിക്കുന്ന പീഠങ്ങൾ. അതിനു പിന്നിലായി പായ് വിരിച്ചിരിക്കുന്നു. അതിൽ നായർക്കുട്ടികൾ ഇരിക്കുന്നു. അതിനു പിന്നിലായി ഓലപ്പായ് ഇട്ടിരിക്കുന്നു. അതിൽ ഈഴവ ബാലന്മാർ ഇരിക്കുന്നു. ഇതെല്ലാം നോക്കിക്കണ്ട നാരായണൻ നേരെ ചെന്ന് ആശാന്റെ പീഠത്തിന് അടുത്തുള്ള നമ്പൂതിരിമാർക്കുള്ള പീഠങ്ങളിൽ ഒന്നിൽ ഇരുപ്പുറപ്പിച്ചു. ഇത് കണ്ട് മറ്റു വിദ്യാർത്ഥികൾ സ്തബ്ധരായി ഒന്നടങ്കം എഴുന്നേറ്റ് നിൽപ്പായി. അവരുടെ ചിന്ത ഇപ്രകാരമായിരുന്നു: ഇവനെന്ത് ധിക്കാരമാണ് കാട്ടിയിരിക്കുന്നത്? ബ്രാഹ്മണരിരിക്കേണ്ട പീഠത്തിൽ ഈഴവൻ കയറിയിരിക്കുന്നു. ആശാൻ വരുമ്പോൾ ഇന്ന് തന്നെ ഇവനെ പുറത്താക്കും. അല്പം കഴിഞ്ഞ് രാമൻപിള്ളയാശാൻ ആഗതനായി. എല്ലാവരും ആദരവോടെ തൊഴുത് എതിരേറ്റു. ആശാൻ ഇരിക്കാൻ പറഞ്ഞപ്പോൾ നാണു മാത്രമാണ് ഇരുന്നത്. മറ്റുള്ളവർ ഇരിക്കാത്തതിൻ്റെ കാരണം ആശാൻ കണ്ടെത്തി. ആശാന് കാര്യം മനസ്സിലായി. അദ്ദേഹം നാണുവിനോട് പറഞ്ഞു: നാരായണ, ഈ വിദ്യാലയത്തിൽ ചില ചിട്ടകളൊക്കെ ഉണ്ട്. മുൻപിലുള്ള പീഠങ്ങളിൽ ബ്രാഹ്മണർ ഇരിക്കും, അതവർക്കുള്ളതാണ്. അതിനു പിന്നിലുള്ള പായിലാണ് നായർമാർ ഇരിക്കേണ്ടത്. അതിനും പിന്നിൽ നിരത്തിയിരിക്കുന്ന ഓലകളിലാണ് ഈഴവർ ഇരിക്കേണ്ടത്. ഇത് കേട്ട നാരായണൻ വിനയാന്വിതം ഗുരുവിനോട് ചോദിച്ചു: ഗുരു, ഞാൻ ശ്വാസം എടുക്കേണ്ടത് ഏത് ഭാഗത്തു നിന്ന് വേണം എന്ന് പറഞ്ഞാലും? ഇത് കേട്ട രാമൻപിള്ള സ്തബ്ധനായിപ്പോയി. അദ്ദേഹം നാരായണനെ ആപാദചൂഡം സൂക്ഷിച്ചു നോക്കി. അല്പനേരം മൗനിയായി നിന്നുപോയി. നാണു പറഞ്ഞതിൻ്റെ അന്തരാർത്ഥം വേദാന്തം പരാംഗതനായ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു:
ഇവിടെ നാരായണന് ഇഷ്ടമുള്ളത് തിരിക്കാം. ഇത് കേട്ട് മറ്റു വിദ്യാർത്ഥികൾ അമ്പരപ്പോടെ അന്യോന്യം നോക്കി. അവർ വിചാരിച്ചത് ആശാൻ നാണുവിനെ പുറത്താക്കുകയോ ശകാരിക്കുകയോ ചെയ്യും എന്നായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഗുരു ശിഷ്യനെയും ശിഷ്യൻ ഗുരുവിനെയും പരസ്പരം അറിഞ്ഞ് ബോധ്യപ്പെടുകയായിരുന്നു. നമസ്കാരം.